കുടിയേറ്റ വിരുദ്ധ നിയമങ്ങളുമായി നടപടികളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ ടീമും മുന്നോട്ട് പോകുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ അഭയാർത്ഥികളിൽ നല്ലൊരു പങ്ക് ആശങ്കയിലാണ്. 2021 അമേരിക്കൻ സൈന്യം കടുത്ത തീവ്രവാദ ഗ്രൂപ്പായ താലിബാന് അഫ്ഗാനിസ്ഥാൻ്റെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിട്ടുപോരുന്നത്. അതിനു മുൻപ് തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ധാരാളം ആളുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി കുടിയേറിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകളാണ് അമേരിക്കയിലേക്ക് കുടിയേറിയത്. അവരിൽ ചെറിയൊരു ശതമാനം ക്രൈസ്തവരാണ്. സ്ത്രീകളോടും അതുപോലെ തന്നെ ഇതര മതവിശ്വാസികളോടും അതിക്രൂരമായ നിലപാടുകളെടുക്കുകയും ക്രൂരമായ വംശഹത്യകൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന താലിബാൻ്റെ അതിക്രമങ്ങളിൽ ഭയന്നാണ് ജനങ്ങൾ ആ രാജ്യം വിട്ട് പലായനം ചെയ്തത്. അമേരിക്ക നിയന്ത്രണം വിട്ട് പോകുന്ന സമയമായപ്പോഴേക്ക് രാജ്യത്തിന് പുറത്തേക്ക് പോകുന്ന ഫ്ലൈറ്റുകളിൽ കയറിക്കൂടുവാനായിട്ട് 10,000-കണക്കിന് ആളുകൾ എയർപോർട്ടിൻ്റെ ചുറ്റുമെത്തിയതും വിമാനങ്ങളുടെ ചിറകുകളിൽ വരെ കയറിയിരുന്നതുമൊക്കെ ലോകം നടുക്കത്തോടെ കണ്ട ദൃശ്യങ്ങളായിരുന്നു. ഏകദേശം 100% മുസ്ലിങ്ങളുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. 90% സുന്നി മുസ്ലിങ്ങളും 10% വരുന്ന ഷിയ മുസ്ലിങ്ങളുമാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം 0.3% ആളുകൾ മാത്രമാണ് ആ രാജ്യത്ത് ഇതര മതവിശ്വാസികളായിട്ടുള്ളത്. അതിൽ തന്നെ ക്രൈസ്തവരുടെ എണ്ണം 2010 കാലഘട്ടത്തിൽ ഏകദേശം 40,000 ഉണ്ടായിരുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇന്ന് അവിടെ ഒരു 4,000-ഓ 5,000-ഓ ആളുകൾ മാത്രമാണ് ക്രൈസ്തവരായി ഉള്ളതെന്ന് കണക്കാക്കപ്പെടുന്നു. ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക രേഖകളിലോ വെളിപ്പെടുത്തലുകളിലോ ഒറ്റ ക്രൈസ്തവരും ആ രാജ്യത്ത് ഉണ്ടെന്ന് അവർ പറയുന്നില്ല. രഹസ്യമായി വിശ്വാസികളായിരിക്കുന്ന ക്രൈസ്തവർ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. താലിബാന്റെ പീഡനങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും സ്വാഗതമരളിയത് അമേരിക്കയാണ്. എന്നാൽ ഇപ്പോൾ ആ ജനവിഭാഗങ്ങൾ തന്നെ വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗ്രീൻ കാർഡ്, US സിറ്റിസൺഷിപ്പ്, സ്പെഷ്യൽ ഇമിഗ്രൻ്റ് വിസ ഇങ്ങനെ നിയമവിധേയമായ പല മാർഗങ്ങളിലൂടെ അഫ്ഗാൻ കുടിയേറ്റക്കാരിൽ നല്ലൊരു പങ്കിനും നിയമപ്രകാരം അമേരിക്കയിൽ താമസിക്കുവാനുള്ള അനുമതികൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ചെറിയൊരു വിഭാഗത്തിന് രാജ്യം വിട്ടുപോകണമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അവർക്കുള്ള താൽക്കാലിക പരിരക്ഷകൾ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഏപ്രിൽ 10 ഹോംലാൻഡ് സെക്യൂരിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയ ഒരു കത്തിൽ പറയുന്നത് മെയ് 20 ഇങ്ങനെയുള്ള ആളുകൾ രാജ്യം വിട്ടുപോകണമെന്നുള്ളതാണ്. നിരവധി അഫ്ഗാൻ കുടിയേറ്റക്കാർക്ക് ഇത് സംബന്ധിച്ചുള്ള ഇമെയിലുകൾ ലഭിച്ചു കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാൻ വിട്ടുപോകുന്നത് ജീവനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടോടുകയായിരുന്നു. തങ്ങളുടെ ജന്മനാട്ടിലേക്ക് തങ്ങൾ മടങ്ങിപ്പോകുന്നത് മരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തുല്യമാണെന്ന് അവർ ഉറപ്പായി പറയുന്നു. പ്രത്യേകിച്ച് അഫ്ഗാനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ക്രിസ്ത്യാനികൾക്ക് ഒരു കാരണവശാലും തങ്ങളുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയോടെ ആ രാജ്യത്ത് ചെല്ലുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ ലോകത്തിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് അഫ്ഗാനിസ്ഥാൻ. ഏതായാലും അമേരിക്കയുടെ കുടിയേറ്റ വിരുദ്ധ നിയമത്തിനെതിരെ അതിശക്തമായി പ്രതികരിക്കുവാൻ അവിടുത്തെ ക്രൈസ്തവ സഭകൾ പലതും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അഫ്ഗാൻ അഭയാർത്ഥികളായ ക്രൈസ്തവരെ രാജ്യത്തു നിന്ന് പുറത്താക്കുന്നതിനെതിരെ വിവിധ സംഘടനകൾ, പല ക്രൈസ്തവ സംഘടനകൾ ചേർന്ന് ഒരു പൊതു താൽപ്പര്യ കത്ത് തന്നെ ട്രംപ് ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ഗവൺമെൻറ് അനുകൂലമായ നിലപാടുകൾ എടുക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അഫ്ഗാൻ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ വിശ്വാസത്തിൻ്റെ പേരിൽ ജീവിതം അപകടത്തിലായ ആളുകളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ രാജ്യത്തിനുണ്ട്. അത് നമ്മുടെ രാജ്യം നിറവേറ്റണം എന്നുള്ളതാണ് ഈ ക്രൈസ്തവ പ്രസ്ഥാനങ്ങളുടെ ചുമതലക്കാർ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രമുഖ ക്രിസ്തീയ പ്രസ്ഥാനങ്ങളായ ഓപ്പൺ ഡോർസ്, US ഫാമിലി റിസർച്ച് കൗൺസിൽ, നാഷണൽ അസോസിയേഷൻ ഓഫ് ഇവാഞ്ചലിക്കൽസ് തുടങ്ങി നിരവധി പ്രസ്ഥാനങ്ങൾ സംയുക്തമായാണ് ഈ കത്ത് പുറത്തിറക്കിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ക്രിസ്ത്യാനിയായി ജീവിക്കുകയും അതിനുശേഷം അമേരിക്കയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്ത ബെൻ മൊറാഡി എന്ന് പറയുന്ന ഒരു അഫ്ഗാനിസ്ഥാൻ വംശജൻ ഇപ്രകാരം പറയുന്നു: ഞാനിപ്പോൾ ഒക്ലഹോമയിലെ ഒരു പള്ളിയിൽ മൂപ്പനായി സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ സഭയിൽ 22ഓളം അഫ്ഗാൻ അഭയാർത്ഥികൾ ആരാധിക്കുന്നുണ്ട്. അവരിൽ
12 പേർക്ക്, അതായത് 10 മുതിർന്നവർക്കും 2 കുഞ്ഞുങ്ങൾക്കും കഴിഞ്ഞ ദിവസം മെയ് 10-നകം രാജ്യത്തു നിന്ന് വിട്ടുപോകണമെന്നുള്ള ഇമെയിൽ സന്ദേശങ്ങൾ ലഭിച്ചു. അവരുടെ വർക്ക് പെർമിറ്റുകളും താൽക്കാലിക സംരക്ഷണവും എടുത്തു കളഞ്ഞതായ അറിയിപ്പും അതിൻ്റെ പുറകെ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയിലെത്തിയ സാധാരണക്കാരായ ക്രൈസ്തവ വിശ്വാസികളുടെ വേദനാജനകമായ അനുഭവത്തിൻ്റെ ഒരു ചിത്രം മാത്രമാണ്. ഇതുപോലെ നിരവധി കുടുംബങ്ങൾ, വ്യക്തികൾ ആശങ്കയുടെ മുൾമുനയിലാണ് നിൽക്കുന്നത്. തങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന രാജ്യത്തേക്ക് മടങ്ങിപ്പോകുക എന്ന് പറയുന്നത് മരണത്തിലേക്ക് എടുത്തു ചാടുക എന്നാണ് അർത്ഥമെന്ന് അവർ പറയുന്നു. നമുക്ക് ഈ അഫ്ഗാൻ ക്രൈസ്തവ കുടിയേറ്റക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമേരിക്കൻ ഗവൺമെൻറ് അവർക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ അടിയന്തരമായി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.